എല്ലാവർക്കും നമസ്കാരം. പുതിയ അച്ഛനമ്മമാരെ ഏറ്റവും ടെൻഷനടിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഡയപ്പർ റാഷ്, അല്ലേ? പക്ഷെ തുണി ഡയപ്പറാണോ നല്ലത്, അതോ ഡിസ്പോസിബിൾ ആണോ എന്നൊക്കെയുള്ള ആ പഴയ തർക്കം നമുക്കങ്ങ് മാറ്റിവെക്കാം. അതിനപ്പുറം ശരിക്കും എന്താണ് കാര്യം, എങ്ങനെ കുഞ്ഞിന്റെ ചർമ്മത്തെ നമുക്ക് സംരക്ഷിക്കാം, അതിന്റെ ശാസ്ത്രീയ വശങ്ങളിലേക്ക് നമുക്ക് നേരിട്ട് കടക്കാം. അതെ, അപ്പൊ ശരിക്കും പറഞ്ഞാല് നമ്മുടെ ഫോക്കസ് ചെയ്യേണ്ടത് ഏത് തരം ഡയപ്പർ എന്നതിലല്ല. കാരണം യഥാർത്ഥ പ്രശ്നം അതൊന്നുമല്ല. ആ യഥാർത്ഥ വില്ലൻ അത് വേറെ എവിടെയോ ഒളിച്ചിരിപ്പുണ്ട്. ഒരു കുഞ്ഞുവാവ് വീട്ടിലെത്തുമ്പോഴുള്ള അവസ്ഥയെന്ന് ആലോചിച്ചു നോക്കൂ. പല ഭാഗത്തുനിന്നും ഉപദേശങ്ങളായിരിക്കും, അല്ലേ? നമ്മളാണെങ്കിൽ ആകെ ക്ഷീണിച്ച് എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുകയായിരിക്കും. ഈ ഒരു കൺഫ്യൂഷനും ടെൻഷനുമൊക്കെ വളരെ നോർമലാണ്. പക്ഷേ ശരിയായ കാര്യം എന്താണെന്നറിഞ്ഞാൽ മതി, ഈ പേടിയൊക്കെ നമുക്ക് ഈസിയായിട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ ആരാണ് ഈ ഒളിച്ചിരിക്കുന്ന വില്ലൻ? അത് ഡയപ്പർ അല്ല, മറിച്ച് ആ ഡയപ്പറിനുള്ളിൽ നടക്കുന്ന വളരെ സിമ്പിളായ ഒരു കെമിക്കൽ റിയാക്ഷനാണ്. അതെന്താണെന്ന് നമുക്ക് ലളിതമായിട്ടൊന്ന് മനസ്സിലാക്കിയാലോ? ആദ്യം തന്നെ നമ്മൾ കുഞ്ഞിന്റെ ചർമ്മത്തെപ്പറ്റി മനസ്സിലാക്കണം. അതിന് ആസിഡ് മാൻഡിൽ എന്ന് പറയുന്ന ഒരു നാച്ചുറൽ പ്രൊട്ടക്ഷൻ ലെയറുണ്ട്, ഒരു കവചം പോലെ. ഈ കവചം ഹെൽത്തിയായി ഇരിക്കുന്നിടത്തോളം കാലം കുഞ്ഞിന്റെ ചർമ്മവും നല്ല സേഫായിരിക്കും. ഇവിടെയാണ് ആ രസതന്ത്രം പ്രവർത്തിക്കുന്നത്. ഒന്ന്, ശ്രദ്ധിച്ചു കേൾക്കണേ. കുഞ്ഞിന്റെ മൂത്രത്തിലുള്ള യൂറിയയും മലത്തിലുള്ള ബാക്ടീരിയയും തമ്മിൽ ചേരുമ്പോൾ അമോണിയ എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഉണ്ടാകുന്നു. ഈ അമോണിയയാണ് ചർമ്മത്തിന്റെ ആ ആസിഡ് മാന്റിൽ എന്ന സംരക്ഷണ കവചത്തെ തകർക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു തരം കെമിക്കൽ ബേൺ ആണ്. ഈ ഒരു ഉപമ കേൾക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാകുന്നുണ്ടല്ലേ? അത്രയധികം ലോലമായ കുഞ്ഞിന്റെ ചർമ്മത്തിനാണ് ഈ ഒരു അവസ്ഥ വരുന്നത്. അപ്പോ ഈ രാസപ്രവർത്തനത്തെ തടയാൻ നമുക്കെന്താ ചെയ്യാൻ പറ്റുക? വളരെ സിമ്പിളാണ്, പക്ഷെ വളരെ എഫക്റ്റീവായ 5 നിയമങ്ങളുണ്ട്. നിങ്ങൾ ഏതുതരം ഡയപ്പർ ഉപയോഗിച്ചാലും ഈ നിയമങ്ങൾ ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. ഈ 5 കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി, ഡയപ്പർ റാഷ് എന്ന തലവേദനയെ നമുക്ക് വീടിന്റെ പടിക്ക് പുറത്തു നിർത്താം. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തേത് സമയം. പകൽ സമയങ്ങളിൽ ഡിസ്പോസിബിൾ ഡയപ്പർ ഉപയോഗിക്കുകയാണെങ്കിൽ ഓരോ 2-3 മണിക്കൂറിനുള്ളിൽ ഉറപ്പായും മാറ്റിയിരിക്കണം. ഇനി കുഞ്ഞ് കാഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ 1 നിമിഷം പോലും വെയിറ്റ് ചെയ്യരുത്, ഉടൻ തന്നെ മാറ്റണം. തുണി ഡയപ്പറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഓരോ തവണ നനയുമ്പോഴും മാറ്റണം. ശരി, ഇനി അടുത്ത ചോദ്യം. നമ്മളെല്ലാവരും ബാരിയർ ക്രീം ഉപയോഗിക്കാറുണ്ടല്ലേ? എന്നാൽ ശരിക്കും എത്രത്തോളം ക്രീമാണ് പുരട്ടേണ്ടത്? ഇതിന് നല്ല രസമുള്ളൊരു ഉത്തരമുണ്ട്. ഓർക്കാൻ എളുപ്പമുള്ള ഒരു വാക്കാണ് കേക്ക് ഫ്രോസ്റ്റിംഗ്. അതായത് ക്രീം ചർമ്മത്തിൽ തേച്ചു പിടിപ്പിക്കുകയല്ല വേണ്ടത്. പകരം കുഞ്ഞിന്റെ ചർമ്മം കാണാത്ത രീതിയിൽ കട്ടിയുള്ളൊരു ലെയറായിട്ട് പുരട്ടണം. ഇതാണ് മൂത്രത്തിനും മലത്തിനും ചർമ്മത്തിനുമിടയിൽ ഒരു യഥാർത്ഥ കവചമായിട്ട് പ്രവർത്തിക്കുക. മൂന്നാമത്തെ നിയമം വൃത്തിയാക്കുന്നതിലാണ്. വെറ്റ് വൈപ്സൊക്കെ യാത്ര പോകുമ്പോൾ നല്ലതാണ്, പക്ഷെ വീട്ടിലായിരിക്കുമ്പോൾ ഏറ്റവും നല്ലത് ശുദ്ധജലമാണ്. കഴുകിയ ശേഷം തുണികൊണ്ട് ശക്തിയായി ഉരസരുത്, പകരം മൃദുവായിട്ട് ഒപ്പിയെടുക്കുക. അതാണ് പ്രധാനം. നാലാമത്തെ കാര്യം ഒരുപക്ഷെ ഏറ്റവും എളുപ്പമുള്ളതും എന്നാൽ ഏറ്റവും ഫലപ്രദവുമായ ഒന്നാണ്. ദിവസവും കുറഞ്ഞത് ഒരു 20 മിനിറ്റെങ്കിലും കുഞ്ഞിനെ ഡയപ്പറില്ലാതെ ഫ്രീയായി വിടുക. ഈ എയർ ടൈം ചർമ്മം ഉണങ്ങാൻ സഹായിക്കുകയും അണുബാധകളെ തടയുകയും ചെയ്യും. ശരി, ഇനി നമുക്ക് സാധാരണയായി കേൾക്കുന്ന ചില ഉപദേശങ്ങളിലെ തെറ്റിദ്ധാരണകളെപ്പറ്റി സംസാരിക്കാം. ഇത് ശാസ്ത്രീയമായി മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസത്തോടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ആൺകുട്ടികളിലുള്ള അച്ഛനമ്മമാർ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒന്നായിരിക്കും ഇത്. പക്ഷെ പേടിക്കേണ്ട ആവശ്യമില്ല. ആധുനിക ഡയപ്പറുകൾ വന്ധ്യതയ്ക്ക് കാരണമാകുമെന്ന് തെളിയിക്കുന്ന ഒരു ശാസ്ത്രീയ പഠനം പോലും നിലവിലില്ല. അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. അടുത്തതാണ് പൗഡർ. പൗഡർ ഈർപ്പം വലിച്ചെടുക്കുമ്പോൾ കട്ട പിടിച്ച് ചർമ്മത്തിൽ ഉരയാൻ തുടങ്ങും. പക്ഷെ അതിനേക്കാൾ വലിയൊരപകടമുണ്ട്. അതിന്റെ ചെറിയ കണങ്ങൾ കുഞ്ഞ് ശ്വസിക്കാൻ സാധ്യതയുണ്ട്. അത് ശ്വാസകോശത്തിന് വളരെയധികം ദോഷം ചെയ്യും. ഈ വിഷയത്തിൽ ലോകമെമ്പാടുമുള്ള ശിശുരോഗ വിദഗ്ധർക്ക് ഒരേ അഭിപ്രായമാണ്. ഡയപ്പർ ഏരിയയിൽ പൗഡർ വേണ്ടേ വേണ്ട. സംശയമൊന്നുമില്ലാതെ അത് ഒഴിവാക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ കേക്ക് ഫ്രോസ്റ്റിംഗ് മാത്രം മതി. ഇത് അമ്മമാരെ ആവശ്യമില്ലാതെ കുറ്റബോധത്തിലാക്കുന്ന ഒരു വലിയ തെറ്റിദ്ധാരണയാണ്. ഒന്നോർക്കുക, ഡയപ്പർ റാഷിന് അമ്മയുടെ ഭക്ഷണവുമായി യാതൊരു ബന്ധവുമില്ല. റാഷിന്റെ കാരണം നമ്മൾ ആദ്യം ചർച്ച ചെയ്ത ആ കെമിസ്ട്രി മാത്രമാണ്. തുണി ഡയപ്പറുകൾ ഉപയോഗിക്കുന്നവർ ഇതൊന്ന് ശ്രദ്ധിക്കണം. ഡെറ്റോൾ പോലുള്ള കടുത്ത അണുനാശിനികൾ ഒഴിവാക്കുക. കാരണം അതിന്റെ കെമിക്കൽസ് തുണിയിൽ തങ്ങി നിന്ന് കുഞ്ഞിന്റെ ചർമ്മത്തില് പൊള്ളലുണ്ടാക്കാൻ സാധ്യതയുണ്ട്.
തുണികൾ വൃത്തിയാക്കാൻ ഏറ്റവും നല്ല അണുനാശിനി ഏതാണെന്നറിയാമോ? നല്ല വെയിലാണ്. സാധാരണ റാഷുകളൊക്കെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വീട്ടിൽ തന്നെ മാറും. പക്ഷേ ചില ലക്ഷണങ്ങൾ കണ്ടാൽ ഒട്ടും വൈകാതെ ഒരു ഡോക്ടറെ കാണിക്കണം. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. റാഷിന് കടുത്ത ചുവപ്പ് നിറമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രധാന റാഷിന് ചുറ്റുമായി ചെറിയ കുരുക്കൾ പോലെ പടരുന്നുണ്ടെങ്കിൽ, അതൊരു ഈസ്റ്റ് ഇൻഫെക്ഷൻ ആകാൻ സാധ്യതയുണ്ട്. ഇതിന് ഡോക്ടർ തരുന്ന പ്രത്യേക ക്രീം തന്നെ വേണ്ടിവരും. ഇനി ചർമ്മം പൊട്ടിയിട്ടുണ്ടെങ്കിൽ, അതിൽ നിന്ന് നീരൊഴിക്കുകയോ മഞ്ഞ നിറത്തിലുള്ള പാടുകൾ കാണുകയോ ചെയ്താൽ അത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആവാം. ഈ അവസ്ഥയിൽ നിർബന്ധമായും ഉടൻ തന്നെ ഡോക്ടറെ കാണിക്കണം. അവസാനമായി ഒരു പ്രധാനപ്പെട്ട കാര്യം, കുഞ്ഞിന് റാഷ് വരുമ്പോൾ ദയവായി സ്വയം കുറ്റപ്പെടുത്തരുത്. ഇത് നിങ്ങളുടെ ശ്രദ്ധക്കുറവുകൊണ്ടല്ല, മറിച്ച് നമ്മൾ മനസ്സിലാക്കിയ ആ രസതന്ത്രം കൊണ്ടാണ് സംഭവിക്കുന്നത്. നിങ്ങളൊരു നല്ല രക്ഷിതാവാണ്, അതിൽ ഒരു സംശയവും വേണ്ട. ഈ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി ഡയപ്പറിനെക്കുറിച്ചുള്ള ഏത് ഉപദേശം കേൾക്കുമ്പോഴും അതിലെ ശരിയും തെറ്റും തിരിച്ചറിഞ്ഞ് നല്ല ആത്മവിശ്വാസത്തോടെ ഒരു തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ.